السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, എനിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും തിരിച്ചു പോകാനുള്ള ട്രെയിന് പയ്യന്നൂർ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഈ പ്രോഗ്രാമിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തത് ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാനത് പാലിക്കൽ വളരെ അനിവാര്യവുമാണ്. ഇവിടെ ഒരു ക്യാമ്പയിൻ സമാപിക്കുകയും മറ്റൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ബഹുസ്വരത, സഹിഷ്ണുത, സമാധാനം. ഈ ക്യാപ്ഷനിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി കണ്ണൂരിൻ്റെ ഈ മണ്ണിൽ സമാപനം കുറിക്കുമ്പോൾ മതം, മതരാഷ്ട്രവാദം, തീവ്രവാദം എന്ന പുതിയ പ്രചരണ പരിപാടികൾക്ക് ഇവിടെ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നർമ്മത്തിൽ പറഞ്ഞാൽ നമ്മുടെ MLA KM ഷാജി അതിവിടെ അനൗപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബഹുസ്വരത എന്നത് ഈ പ്രപഞ്ചത്തിൽ മുഴുക്കെ പടച്ച റബ്ബിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന നിലക്ക് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മഴവില്ലിൻ്റെ സൗന്ദര്യം സപ്തവർണ്ണങ്ങളുടെ സംഗമമാണ്. അതെല്ലാം കൂടി ഒരു വർണ്ണമായിരുന്നുവെങ്കിൽ ആ സൗന്ദര്യം ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ലെന്നറിയാം. ഈ ഭൂമി മുഴുക്കെ ഒരു പരന്ന പ്രതലമായിരുന്നുവെങ്കിൽ അതിൽ കുഴികളും കുന്നുകളും തോടുകളും പുഴകളും പർവ്വതങ്ങളും സസ്യലതാദികളും പക്ഷിമൃഗാദികളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിക്ക് എന്ത് സൗന്ദര്യമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പ്രപഞ്ചത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്ന പടച്ച തമ്പുരാൻ ഒരുപാട് വൈവിധ്യങ്ങൾക്കിടയിൽ ഒരു ഏകതയെ ചൂണ്ടിക്കാണിച്ച് നമ്മിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മനുഷ്യരെല്ലാം ഒരേ ആകൃതിയിലുള്ള മുഖമുള്ള ശരീരപ്രകൃതിയുള്ളവരാണെങ്കിലും ഓരോ മുഖത്തും 1000 ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് നമുക്കിടയിലുള്ള വൈവിധ്യങ്ങളെ നിലനിർത്തി നമ്മളൊന്നാണ് എന്നുള്ളത് അവൻ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ മാനവകുലത്തിലെ ഏതൊരംഗത്തിനും എന്നും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കുന്ന ഒന്ന് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള വിഷയങ്ങളെയാണ് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ സംസാരിച്ചത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ സംസാരത്തിൽ വരെ ഊന്നിപ്പറഞ്ഞിരിക്കുന്ന വിഷയം മനുഷ്യൻ്റെ അഭിമാനവും സംസ്കാരവും ജീവിതവുമാണ്. അതിൽ തൊട്ട് കളിക്കാതിരിക്കാൻ, എല്ലാവരെയും ഒന്നായി കാണാൻ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന വാക്കാണ് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങൾ ആദം സന്തതികളാണ്, നിങ്ങളുടെ പിതാവ് മണ്ണിൻ്റെ മകനാണ്. ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല, അപ്പുറത്തേക്ക് ഇറങ്ങിയാലും ഇത് കാണാൻ കഴിയും. മാതാഭൂമി പുത്രോ പൃഥിവ്യ ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയ. ഈ ഭൂമിയെ ഒരു മാതാവിനോട് ഉപമിച്ചുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും ആ മാതാവിൻ്റെ മക്കളെന്നർത്ഥത്തിൽ ഏകോദര സഹോദരന്മാരാണ് എന്ന് പഠിപ്പിച്ച് ആ സൗഹാർദ്ദം നിലനിർത്തി പോകാൻ ആവശ്യപ്പെടുന്ന ഭാരതീയ ദർശനങ്ങൾ മനുഷ്യർക്ക് നൽകുന്നത് സമാധാനമാണ്, സഹിഷ്ണുതയാണ്, ബഹുസ്വരത തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും പഠിപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം ഉൾക്കൊണ്ട് നിലനിൽക്കുന്ന നാനാത്വത്തിൽ ഏകത്വമെന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തത്വസംഹിതയിൽ നിലനിൽക്കുന്ന ഈ രാജ്യത്തെ ഏതർത്ഥത്തിലും ഏതു തരത്തിലും ഹിംസിക്കുന്നതും തകർക്കുന്നതുമായിരിക്കും സമീപകാലത്ത്
പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പല ശ്രമങ്ങൾ. അതിലൊരു ഭാഗത്ത് തീവ്രവാദത്തിൻ്റെ ശ്രമങ്ങളാണ് എങ്കിൽ മറുഭാഗത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഏക സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളാണ്. ഇവ രണ്ടിനും മധ്യം നിന്നുകൊണ്ട് വസ്തുതകളെ പഠിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഭൂമിയാണ് മനുഷ്യൻ ജനിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണ് നമുക്കറിയാം. ഈ ഭൂമിയിലെ മണ്ണിൻ്റെ അംശങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരഘടനയിൽ വ്യവസ്ഥാപിതമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും പാഴ്സിയും ജൈനനും ബൗദ്ധനും, മതമുള്ളവനും ഇല്ലാത്തവനും ഇതേ ഭൂമിയിലെ മണ്ണ് തന്നെയാണ്. തിരിച്ചു പോകാനുള്ളത് അതേ മണ്ണിലേക്കുമാണ്. നമ്മുടെ സിരകളിലോടുന്ന രക്തവും നമ്മുടെ ശരീരഘടനയ്ക്ക് നൽകിയിരിക്കുന്ന നിയമാവലികളും പരിശോധിച്ചാൽ ഹിന്ദുവിനോ മുസൽമാനോ അതിലൊന്നും പ്രത്യേക വൈവിധ്യങ്ങളില്ല, അല്ലെങ്കിൽ വ്യത്യാസങ്ങളില്ല, വൈരുദ്ധ്യങ്ങളുമില്ല. എന്നിട്ടും ഒന്നായി നിൽക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ സംവിധാനിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ മനുഷ്യരെ എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാനും അറിയാനും കാണാനും ഉൾക്കൊള്ളുവാനുമുള്ള ബാധ്യതയാണ് മതവിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ വൈവിധ്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത, അത് വേറിട്ട് നിൽക്കുന്ന വ്യതിരിക്തത, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസത്തിൽ, ദൈവികാരാധനയിൽ മറ്റൊരു പങ്കുകാരനില്ല എന്നത് മാത്രമല്ല, നാം ആരാധിക്കുന്ന, നാം പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന ദൈവത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നാം ഏറ്റെടുത്തിട്ടില്ല എന്നതാണ്. മനുഷ്യകരങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ദൈവത്തെയല്ല മുസ്ലിം സമൂഹം ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും എന്നതാണ് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ വ്യതിരിക്തത. നമ്മുടെ ദൈവത്തെ നാം സംരക്ഷിക്കുന്നതിന് പകരം നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ അത് സർവ്വലോകങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ദൈവമാണ്. ആ ദൈവത്തെയാണ് അംഗീകരിക്കേണ്ടത്, ആരാധിക്കേണ്ടത് എന്നും ആ ദൈവമാണ് ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കുവാൻ ആവശ്യമായ നിയമസംഹിത നൽകിയത് എന്നതിനാൽ അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പാലിക്കേണ്ടത് എന്നും മതം എടുത്തു പറഞ്ഞു. അത് ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. ഈ പ്രപഞ്ചത്തിലെ അണുമുതൽ ആകാശഗോളങ്ങൾ വരെ അംഗീകരിക്കുന്ന യഥാർത്ഥ നിയമാവലികൾ മറികടന്നുകൊണ്ട്, ആ നിദർശനങ്ങളെ, നിയന്ത്രണ രേഖകളെ മറികടന്നുകൊണ്ട് മനുഷ്യരെങ്ങോട്ടാണ് ഓടുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിങ്ങളുടെ ഹൃദയമിടിപ്പിന് വ്യത്യസ്തമല്ല. അവിടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മിടിപ്പ് സംവിധാനിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ ആ ഹൃദയങ്ങളോട് സംസാരിച്ചു. ആ ഹൃദയമാണ് നിങ്ങളുടെ ശരീരഘടനയെ അല്ലെങ്കിൽ ജീവിതത്തെ നിയന്ത്രിക്കുന്നെങ്കിൽ അതിനോട് സംസാരിച്ചു. ആ സംസാരത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ഭാഷയാണ് ഏകദൈവ ആരാധനയിലുള്ളത്. പക്ഷെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ആ ഏകദൈവ ആരാധന അറിയുന്നവർക്ക്, മനസ്സിലാകുന്നവർക്ക്, ബോധ്യപ്പെട്ടവർക്ക് അവരുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കാമെന്നല്ലാതെ അത് മറ്റൊരാളുടെ മടിച്ചേൽപ്പിക്കരുത് എന്ന് അതിൻ്റെ അടുത്ത വാക്യമായി സൂചിപ്പിച്ചു. ഏകദൈവ ആരാധനയിൽ വെള്ളം ചെറുക്കുവാനും കോംപ്രമൈസ് നടത്തുവാനും വന്നിരിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകം ഏകദൈവ ആരാധനയിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിൽ മായം കലർത്താൻ കഴിയില്ല എന്നാണ്. അവിടെ കോംപ്രമൈസ് ഒന്നുമില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തിലെ സകലമാന സൃഷ്ടിജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഏകദൈവത്തെ ആരാധിക്കുക എന്നതിൽ മറ്റുള്ളവരുടെ കരങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നവരെ കൂടി ചേർത്ത് വെക്കാൻ സാധ്യമല്ല എന്നുകൊണ്ടാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂന എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് അവസാനിക്കുമ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന അർത്ഥത്തിൽ പരിമിതമല്ല. ഏകദൈവാരാധന സ്വീകരിക്കാത്ത, അത് ഉൾക്കൊള്ളാത്ത, അംഗീകരിക്കാത്ത ധാരാളം ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം ജനവിഭാഗങ്ങളുണ്ടോ അവർക്കെല്ലാം ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ഇതേ ഭൂമിയിൽ, ഇതേ മണ്ണിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. അത് ഹനിക്കുവാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, അവന് അവകാശമില്ല എന്ന് പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ അവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഏകദൈവാരാധന സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് നിലകൊള്ളാൻ ഇവിടെ അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ആ അർത്ഥത്തിലാണ് കാര്യങ്ങളെങ്കിൽ എല്ലാ മതവിഭാഗത്തെയും ഉൾക്കൊണ്ട് എല്ലാവരെയും അംഗീകരിച്ച് എല്ലാവരുടെയും കൂടെ തന്നെ ജീവിക്കാൻ നമുക്കറിയാം. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനടക്കം ലഭിക്കുന്ന മതസ്വാതന്ത്ര്യം ലോകത്തേതെങ്കിലും ഒരു മണ്ണിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുവാൻ പോലും സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ രാജ്യത്ത് ലഭിക്കുന്ന മതസ്വാതന്ത്ര്യവും മതപ്രബോധന സ്വാതന്ത്ര്യവും അത് തുല്യതയില്ലാത്ത സംഗതിയാണ്. അതിനെ മറികടക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ
അവർ യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തന്നെയാണ് തലചൊറിയുന്നത് എന്നതാണ് തിരിച്ചറിയേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു മണ്ണ് ഇത് വേറെ ഇവിടെ ഉണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത് അവിടെ മക്കയിൽ ഇനിയൊരു നിമിഷം പോലും മുസ്ലിമായി ജീവിക്കുവാൻ സാധ്യമല്ല എന്ന സാഹചര്യത്തിൽ മാത്രമാണ്. മക്കയിൽ തന്നെ മുസ്ലിമായി ജീവിക്കുവാനും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുമായിരുന്നുവെങ്കിൽ പിന്നെ ഹിജ്റയില്ല, മദീനയില്ല, മറ്റൊരു സംവിധാനവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ അതിന് ഏറ്റവും നല്ല മണ്ണ് നമുക്കറിയാം. ലോകത്തിലെ ഒട്ടനേകം മുസ്ലിം രാഷ്ട്രങ്ങളെ പരിശോധിച്ചാൽ അവിടെ പോലും ഇല്ലാത്ത മതസ്വാതന്ത്ര്യം മുസ്ലിം സമൂഹത്തിന് ലഭിക്കുന്ന മണ്ണാണ് ഇന്ത്യ. ഈ ഇന്ത്യയോട് ആ നിലക്കുള്ള കൂറുപുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രശില്പികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായി മുമ്പേ നിൽക്കുമ്പോൾ അവരുടെ കൂടെ ചലിക്കുവാൻ, അവരുടെ കൂടെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാൻ ഖുർആൻ പഠിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാർക്ക് സാധ്യമായത് ഈ വിശുദ്ധ ഖുർആൻ ഈ രാജ്യത്ത് ജീവിക്കുവാൻ നമുക്ക് അവസരം നൽകുന്നു എന്ന് മാത്രമല്ല, അതൊരിക്കലും അതിനെ നിരാകരിക്കുവാൻ ആവശ്യപ്പെടുന്നില്ല എന്നുകൊണ്ടാണ്. അബുൽ കലാം ആസാദ് കേവലം ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു രാജ്യശില്പി എന്ന അർത്ഥത്തിൽ രാഷ്ട്രത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു മഹാമനുഷ്യൻ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അതാഴത്തിൽ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി വിവർത്തനം നടത്തുകയും ചെയ്തിരിക്കുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹം പകർത്തിയിരിക്കുന്ന ഖുർആൻ അദ്ദേഹത്തോട് പഠിപ്പിച്ച, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഈ രാജ്യത്ത് ജീവിക്കുവാൻ ഖുർആൻ എതിരല്ല എന്ന് തന്നെയാണ്. ഈ രാജ്യത്ത് മറ്റുള്ള മതസ്ഥരുടെ കൈപിടിച്ച് അവരുടെ കൂടെ സഹിഷ്ണുതയോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൂടുവാൻ ഈ വിശുദ്ധ ഖുർആൻ എതിര് നിൽക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാത്മജിയുടെയും കൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ നിന്നാണ് കേരളക്കരയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചുവടുവെപ്പ്. കെ എം മൗലവിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും കെ എം സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മൊയ്ദ് മൗലവിയും മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയും തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര, അവർ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ നവോത്ഥാന പ്രസ്ഥാനം, അതിന്റെ തുടക്കം നാം തിരിച്ചറിയേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേരള പതിപ്പിലൂടെയാണ്. അവിടെ ആരംഭിച്ചിരിക്കുന്ന നവോത്ഥാന പ്രക്രിയ, അതിലൂടെ വളർന്നു വന്നിരിക്കുന്ന ഈ പ്രസ്ഥാനം നമുക്കറിയാം. ഈ പ്രസ്ഥാനത്തിന്റെ പേര് നിങ്ങൾ വായിച്ചുവല്ലോ, കേരള നദുവത്തുൽ മുജാഹിദീൻ. മുജാഹിദി എന്ന പേര് ഇന്ത്യയിൽ എവിടെ ഉപയോഗിക്കാൻ കഴിയും? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആ പേര് ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ കഴിയുക? കാശ്മീർ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ ഒട്ടനേകം സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്ത ആ പേര് കേരളക്കരയിൽ ഉപയോഗിച്ച് സംഘടിച്ച് ശക്തരായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മനുഷ്യ മഹാസംഗമങ്ങൾ തീർത്ത് അതിൽ സകലമാന മതവിശ്വാസികളെയും മതമില്ലാത്തവരെയും രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നത്, ഇത് പ്രതിനിധാനം ചെയ്യുന്ന മുജാഹിദി എന്ന പദവും അതിന്റെ ആശയവും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇവിടുത്തെ സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി നേതൃത്വം കൊടുത്തിരിക്കുന്ന മഹാരഥന്മാർ തൊടുത്തുവിട്ടിരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ്. നേരത്തെ ഇവിടെ കെ എം ഷാജി സൂചിപ്പിച്ച പോലെ സ്വയം തിരുത്താൻ തന്നിലേക്ക് തിരിച്ചു വന്ന് നമ്മിലുള്ള തിന്മകളെ മാറ്റി നിർത്തി ഈ സമൂഹത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ നേടിയെടുത്തിരിക്കുന്ന നാമധേയം മാത്രമാണ് മുജാഹിദി എന്ന പേര്. ആ പേര് ഉപയോഗപ്പെടുത്തി ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നത് ഈ പേരിന്റെ ഉടമകളായിരിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളുടെയും ജീവിത രീതികളുടെയും സമർപ്പണം തന്നെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് തന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് ഒരു പത്രം ആരംഭിക്കുമ്പോ അതിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ രാമകൃഷ്ണ പിള്ളയെ തന്നെ സ്വീകരിക്കുന്ന സാഹചര്യം നമുക്കറിയാം. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് അതേ രാമകൃഷ്ണ പിള്ളയാണ്, സ്വദേശാഭിമാനി എന്ന പേരിൽ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും മുമ്പിൽ വെച്ച് ആ മേഖലയിൽ മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ഒരറ്റത്ത് കൊണ്ടുപോയി കെട്ടുവാനുള്ള അതിഭീകരമായിരിക്കുന്ന ശ്രമങ്ങൾ കേരളീയ പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാതെയല്ല നമ്മൾ പോകുന്നത് എന്നതിന്റെ ഒരു തെളിവ് മാത്രമാണ് നാം ഇവിടെ തുറന്നു കുറിച്ചിരിക്കുന്ന പുതിയ ക്യാമ്പയിനിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പുതിയ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് ജീവിക്കുന്ന ആളുകളിലുള്ള എന്തെങ്കിലും അപക്വമായിരിക്കുന്ന നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് അവർ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കരുത് എന്ന 100% താല്പര്യത്തോടെയാണ് ഈ രംഗത്ത് നാം ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 5-6 മാസമായി കേരളത്തിൽ പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദവും ഭീകരവാദവും അനുബന്ധമായിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ടല്ലോ, അതിനെ കൂട്ടിക്കലർത്തി മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൂടാ എന്ന താല്പര്യമുള്ളത് കൊണ്ടാണ് ആ മേഖലയിൽ കടന്നു കയറാതെ നമ്മൾ മുന്നോട്ട് പോയത്. എന്നിട്ടും
നാം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിക്കൊടുക്കേണ്ടവരല്ല എന്ന് ഉത്തരവാദപ്പെട്ട ബോഡികളിൽ ഉറക്കെ പറയുവാൻ ശ്രമിച്ചിരിക്കുന്ന ആളുകൾ തങ്ങളുടെ പേനയും തങ്ങളുടെ സ്റ്റേജുകളും തങ്ങളുടെ പേജുകളും ചില പ്രത്യേക വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ച് ഇവരാകുന്നു തീവ്രവാദികൾ, ഇവരാകുന്നു ഭീകരവാദികൾ എന്ന് പറയാൻ ശ്രമിക്കുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ പുതിയ ക്യാമ്പയിൻ, ഈ ക്യാപ്ഷൻ വന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ 1-2 വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇന്ന് ഇവിടെ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്ന ആളുകൾ അവർ സ്വയം സ്വീകരിച്ചിരിക്കുന്ന നാമധേയമാണ് സലഫികൾ എന്ന് പറയുന്നത്. അവർ സ്വയം സ്വീകരിച്ചവർ. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആദർശമറിയുന്ന, അതിന്റെ പാരമ്പര്യമറിയുന്ന, അതിന്റെ ചരിത്രമറിയുന്ന, അവ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി പോലും ഇന്നുവരെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വക്താവായി മാറുകയോ അല്ലെങ്കിൽ അനുബന്ധമായിരിക്കുന്ന തലങ്ങളിലൂടെ കടന്നു പോവുകയോ ചെയ്തത് ആർക്കും ചൂണ്ടിക്കാണിക്കുവാൻ പോലും സാധിക്കുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള അപക്വമായ നിലപാടുകളെ അതിശക്തമായി നേരിടുകയും അതിനെതിരെ നമുക്കറിയാം ഈ വിഷയം വന്നപ്പോ കേരളത്തിലെ പല മതസംഘടനകളും അവരുടെ ഓഫീസിൽ നിന്ന് പ്രസ്താവന ഇറക്കി പത്രങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തപ്പോ കേരള നേതൃത്വ മുജാഹിദീൻ അവരുടെ ആസ്ഥാനത്തേക്ക് കേരളത്തിലെ മുഴുവൻ പത്രക്കാരെയും വിളിച്ചു വരുത്തി എന്താണ് വസ്തുത എന്ന് കൃത്യമായി നേരിട്ട് പറയാൻ ആർജവം കാണിച്ചത് മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശമറിയുന്ന, ചരിത്രമറിയുന്ന, പാരമ്പര്യമറിയുന്ന ഒരൊറ്റ കുട്ടിയും ഒരിക്കലും തീവ്രവാദത്തിലേക്ക് പോയിട്ടില്ലെന്ന് മാത്രമല്ല പോവുകയില്ല എന്ന ഉറച്ച വിശ്വാസം തന്നെയാണത്. അത് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ പുറമേ നിന്ന് ചളിവാരിയേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഇന്ത്യയിലെ 2 സാഹചര്യങ്ങളിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ന് തീവ്രവാദം നമുക്ക് നേരെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു വസ്തുത? ഒന്ന് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നുവെങ്കിൽ മറ്റൊന്ന് ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ്. ഈ 2 സാഹചര്യത്തിലും അടിയന്തരാവസ്ഥ കാലത്തെ കെടുതികൾക്കിടയിൽ നിന്നുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക അരക്ഷിതാവസ്ഥയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദം വളർത്തുവാൻ ചില ആളുകൾ ശ്രമിക്കുമെന്നുള്ള തിരിച്ചറിവെന്നാണ് ഇന്ത്യ രാജ്യം ആ ഒരു പ്രസ്ഥാനത്തെ ആ സന്ദർഭങ്ങളിലൊക്കെ മാറ്റി നിർത്തിയത്. അത് വെറുതെയല്ല. എന്തുകൊണ്ട്? മുസ്ലിം സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷം ആളുകളിൽ വളർന്നു വന്ന തീവ്ര ലൈൻ, അതിന്റെ വേരുകൾ പരതിയാൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന മൗലാന മൗദൂദിയിലേക്ക് മാത്രമാണ് അത് എത്തിച്ചേരുക എന്നുള്ളത് തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യൻ ഭരണകൂടവും ഇവിടുത്തെ പൊതുസമൂഹവും എന്നതാണ് അതിന്റെ വസ്തുത. അതിൽ നിന്ന് ഒട്ടകപ്പക്ഷി നയം കാണിച്ചതുകൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നാം ഇതുവരെയും അത് പറയാതിരുന്നത് മുസ്ലിം സമൂഹം അങ്ങനെ പരസ്പരം ഒറ്റിക്കൊടുക്കേണ്ടവരല്ലോ എന്ന ഏക കാരണത്താൽ മാത്രമാണ്. ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തിലേക്ക് തീവ്രവാദം മെല്ലെ കടന്നു വരുമ്പോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മതം തീവ്രവാദത്തിനെതിരെ എന്ന സന്ദേശവുമായി കേരളത്തിൽ ഇറങ്ങുന്നു. ആ സമയത്താണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ 2ാമതായി നിരോധിക്കപ്പെട്ടത്. കാരണം എന്താ? ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് മൗദൂദ് സാഹിബ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയധാരയിലൂടെ തീവ്രവാദം വളർത്തുവാൻ അവർ ശ്രമിക്കുമെന്ന് ഈ രാജ്യത്തിന് അറിയാമായിരുന്നു. ഞാനൊന്നും കൂടി പറയട്ടെ. ഇവിടുന്ന് അപ്രത്യക്ഷരായിരിക്കുന്ന ഏതാനും ആളുകൾ അവർ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും വിവേകമതികളല്ല എന്നത് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയുള്ള ആളുകൾ അവർ ഞങ്ങൾ സലഫികളാണ്, സലഫിസം സ്വീകരിച്ചവരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുന്ന ആളോട് ചോദിക്കട്ടെ, ഇവിടുത്തെ സിമി എന്ന പ്രസ്ഥാനമുണ്ടല്ലോ, ആരുടെ പാലാണത്? ആരാണ് ആ ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നത്? ആ സിമി എന്ന പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന ആദർശവും ആശയവും അവരുടെ ജീവിത ശൈലികളും പൂർണ്ണമായി സാക്ഷാൽ അബുൽ ആല മൗദൂദി സാഹിബിന്റെ ആശയധാരകൾ മാത്രം. അതേ അബുൽ ആല മൗദൂദി സാഹിബ് സ്വന്തം കരകൾ കൊണ്ട് രൂപം കൊടുത്തിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കൈകഴുകാൻ സാധിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? സിമിക്കാർ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ കൂടി വരവോക്കേണ്ടതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ആ നിങ്ങളുടെ പ്രസ്ഥാനം രൂപീകരിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്ന, അതിനാശയം നൽകിയിരിക്കുന്ന, ആദർശം നൽകിയിരിക്കുന്ന, ജീവിതം നൽകിയിരിക്കുന്ന അതേ മൗദൂദ് സാഹിബിന്റെ ആശയങ്ങളെ പൂർണ്ണമായി അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ആ സിമിക്കാർ ഇവിടെ ജീവിക്കുമ്പോഴും ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായപ്പോ ഈ മണ്ണ് ഒരു മുസൽമാന് ജീവിക്കുവാൻ പര്യാപ്തമല്ല
എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് നാട് കടന്നുപോയിരിക്കുന്ന മൗദൂദ് സാഹിബ് ഇവിടെ ഇട്ടേച്ചു പോയിരിക്കുന്ന വിഷം വമിക്കുന്ന ആ വാദഗതികളുണ്ടല്ലോ, അത് ഒരുപാട് കാലം കൊണ്ടു നടന്നവരും ഇതേ ജമാഅത്ത് സുഹൃത്തുക്കൾ തന്നെയല്ലേ. ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ സഹകരിച്ചുകൂടാ എന്ന്, വോട്ട് ചെയ്തുകൂടാ എന്ന്, ഇലക്ഷനിൽ പങ്കെടുത്തുകൂടാ എന്ന്, മത്സരിച്ചുകൂടാ എന്ന്. തീർന്നില്ല. ഇവിടുത്തെ സർക്കാർ ജോലിയടക്കമുള്ള ഒരുപാട് സംഗതികൾ ബഹിഷ്കരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പോയപ്പോ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ പൊതുധാരയിലേക്ക്, ജനാധിപത്യ മതേതര ധാരയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന വെമ്പൽ. ഇന്ത്യയുടെ ജനാധിപത്യ മതേതര വ്യവസ്ഥകൾ ഇസ്ലാമുമായി യോജിക്കുന്ന ഒരൊറ്റ പോയിന്റുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളുകളാണവർ. തീർന്നില്ല. ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ, ഞങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുക വഴി ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പരിവർത്തിക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടാവുകയോ ചെയ്യാത്ത കാലത്തോ ഞങ്ങൾ ഇലക്ഷൻ പ്രക്രിയകൾ സഹകരിക്കുകയില്ല എന്ന് സ്വന്തം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇലക്ഷനിലേക്ക് ഇറങ്ങിയപ്പോ എന്താ ഇതിനർത്ഥം? പക്ഷേ നമ്മൾ വിചാരിച്ചു ഇതൊരു തിരുത്തലിന്റെ ഭാഗമാണ് എന്ന്. ഇത് തിരുത്തുകയാണ്, നേരിന്റെ വഴിയിലേക്ക് വരികയാണ് എന്ന്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഇസ്ലാമുമായി പൊരുത്തപ്പെടാവുന്ന പുതിയ പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ടായിരിക്കും ഇവർ വരുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുപോയി. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഏറ്റവും ഉത്തരവാദപ്പെട്ട അസിസ്റ്റന്റ് അമീർ തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വോട്ട് മൗദൂദ് സാഹിബ് മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വോട്ടാണ് എന്ന് വ്യംഗ്യേന പറയാതെ പറഞ്ഞു വെച്ചത്. ഇത് ഞങ്ങൾ കേൾക്കാതെ പോയിട്ടില്ല, കാണാതെ പോയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരിക്കുന്ന ഹജ്ജിനോട് തങ്ങളുടെ വോട്ടിനെ, അവിടുത്തെ തവാഫിനോട് തങ്ങളുടെ വോട്ടിനെ ഉപമിക്കുകയും അബൂജാഹിലിന്റെ തവാഫിനോട് ഇന്ത്യയിലെ മറ്റുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും വോട്ട് സംവിധാനത്തെ ഉപമിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ എന്താ ലക്ഷ്യം വെച്ചത്? തീർന്നില്ല. ഏറ്റവും അവസാനം വിശുദ്ധ ഖുർആൻ അതിന്റെ ആശയങ്ങളെ ഇതിനു വേണ്ടി കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. വിശുദ്ധ ഖുർആനിന് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും അവസാനം ഇറക്കപ്പെട്ടിരിക്കുന്ന വിവർത്തന ഗ്രന്ഥം ഇവരുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ എവിടെയെല്ലാം ഇബാദത്ത് എന്ന പദം വന്നോ അനുസരണമല്ലാത്ത രണ്ടാമത് അർത്ഥം പോലും ചേർത്ത് വെച്ചിട്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, അഥവാ നിനക്ക് മാത്രം ഞങ്ങൾ കീഴ്വഴക്കം പ്രഖ്യാപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവർ എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം എന്താ? താത്വികമായി അടിസ്ഥാനപരമായി ഇന്ത്യ രാജ്യത്തെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന്, ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ഭരണകൂടത്തെയും ഒരു ഇസ്ലാമികേതര വ്യവസ്ഥയും ഞങ്ങൾ അനുസരിക്കുകയില്ല, അംഗീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ ഇവിടെ പച്ചക്ക് നിലനിൽക്കുമ്പോ ഞങ്ങൾ മതേതരവാദികളാണ്, ഇവിടെയുള്ള മുജാഹിദുകളാണ്, പിന്നെ നവോത്ഥാന പ്രവർത്തകരാണ് തീവ്രവാദികൾ എന്ന് പറയുവാനുള്ള ശ്രമം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. തീക്കൊള്ളിക്കൊണ്ടാണ് നിങ്ങൾ തലചൊറിയുന്നത്, അത് നിങ്ങൾക്ക് തന്നെ അപകടകരമായി തീരും എന്ന് തിരിച്ചറിവുണ്ടാവട്ടെ. ആ പുതിയ പ്രമേയം അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ അനിവാര്യമായിരിക്കുന്നു. മതരാഷ്ട്രവാദം, തീവ്രവാദം, ആ ക്യാപ്ഷനിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിലെ നഗരാന്തരങ്ങളുടെ ഗ്രാമാന്തരങ്ങളുടെ അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശരിയായ വശങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ എന്താണ് മതം, എന്താണ് മതരാഷ്ട്രവാദം, എന്താണ് തീവ്രവാദമെന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി യഥാർത്ഥ മതത്തെ, അത് സമാധാനത്തിന്റെ, സഹിഷ്ണുതയുടെ, ബഹുസ്വരതയുടെ ആ മതത്തെ സമൂഹത്തിന് കൃത്യമായി സമർപ്പിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നിട്ടിറങ്ങുമ്പോ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.